ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 5 മണിക്ക് നീച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അടുക്കളയ്ക്ക് വന്നിക്കാണ്. പിന്നെ ഇന്ന് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കണത്. അപ്പോൾ ചപ്പാത്തിക്ക് പൊടിയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു അഥവാ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എന്നാൽ സമയം നല്ല വൈകും. എന്താണ് ഈ സൂനൊക്കെ മദ്രസക്ക് പോണ സമയത്ത് ആകൂല. അപ്പം അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചിലപ്പോൾ റെഡിയാക്കും. ഇത് തീരെ ഉണ്ടാക്കണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വല്ലാതെ റെഡി ആയിട്ട് വരില്ല. പിന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഹെസമോളൊന്നും വല്ലാതെ തിന്നൂല. പിന്നെ അപ്പാണ് ഓൽക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടം. അതാണ് ഞാൻ കൂടുതലായിട്ട് അപ്പം ഉണ്ടാക്കണത്. അത് പിന്നെ വായിലൊക്കെ വെച്ചുകൊണ്ടിരിക്കും ചപ്പാത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് എല്ലാതും കൊടുത്ത് ശീലിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഓല് തിന്നും ഒക്കെ ചെയ്യും. അങ്ങനെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കേണ്ട തീരുമാനമൊക്കെ മാറ്റിയെന്ന് അപ്പം തന്നെ ചൂടാ വിചാരിച്ചിട്ട് അപ്പത്തിൻ്റെ പൊടിയെടുത്ത് അഥവാ ചപ്പാത്തി പൊടിയെടുത്ത് അതൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ദോശ പോലെ ചൂടാ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇനി ഈസോന് വല്ലാത്ത ഇഷ്ടവും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഓന് കുഴപ്പമുണ്ടാവില്ല, ഓനത് കഴിക്കുമോന്. ഇന്ന് ഞാൻ 5 മണിക്ക് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തി ഉണ്ടാക്കണം വിചാരിച്ചിട്ടാണെന്ന്. പക്ഷേ അതല്ലാതെ നമ്മൾ കുറച്ച് നേരത്തെ എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പിന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമയം ഒരു 9-10 മണിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. നമ്മൾ കുറച്ച് നേരം വൈകിട്ടാണ് എണീക്കണമെന്ന് വെച്ചാൽ നമ്മളത് എല്ലാവരും ജോലിയും തീരുമ്പോൾ ചിലപ്പോൾ 2 മണി 1 മണി ഒക്കെ ആകും. പിന്നെ പറഞ്ഞാൽ വേറെ ചുറ്റുപാടും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആക്കും പോലെ പിന്നെ ഒരു സമയത്ത് പതുക്കെ എടുത്താൽ മതി. എനിക്ക് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഇസു പോയി കഴിഞ്ഞാൽ ഹെസമോള കാര്യങ്ങളാണെങ്കിലും പിന്നെ അടിച്ചൊരു തുടക്കേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും തിരുമ്പണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഈ എഡിറ്റിങ് പറയുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണത്. വീഡിയോ എടുക്കലും അതിൻ്റെ കൂടെ തന്നെ എഡിറ്റിങ്ങും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ പിന്നെ കുറേ ആൾക്കാരുടെ വ്ളോഗൊക്കെ ഞാൻ നല്ലോണം കാണലുണ്ട്. ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ വ്ളോഗ് കാര്യങ്ങൾ കാണുക, അതേപോലെ തന്നെ പിന്നെ സിനിമ കാണുക, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ. നമുക്ക് വല്ല ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ വല്ല വീഡിയോസും കാര്യങ്ങളും എടുത്ത് കാണുക. ഇപ്പോൾ എനിക്ക് അതിനൊന്നും വല്ലാതെ സമയം കിട്ടലില്ല കേട്ടോ. പിന്നെ ഈ വീഡിയോ എടുക്കൽ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് തോന്നും നല്ല സുഖമുള്ള കാര്യമാണ്, ഫോണും വേണമല്ലോ, വീട്ടിലിരുന്നിട്ടാണ് എന്നൊക്കെ പറയാനൊക്കെ സുഖമാണ്. പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വീഡിയോ എടുക്കുമ്പോഴാണ് മനസ്സിലാവണത്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ജോലിയൊക്കെ എടുത്തതിന് ശേഷം ഈ വീഡിയോ എടുക്കൽ ജോലിയൊക്കെ നമ്മളത് പെട്ടെന്ന് കഴിയും. പക്ഷെ അതിൻ്റെ കൂടെ ഈ വീഡിയോ എടുക്കലും പാടെ ആകുമ്പോൾ നല്ല റിസ്ക് ഉള്ള പരിപാടിയാണത്. അത് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴുള്ളൂ മനസ്സിലാക്കുക. ഈ വീട്ടിലിരിക്കണ എനിക്കൊന്നും പ്രത്യേകിച്ച് പിന്നെ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോയി വീഡിയോസ് എടുക്കാനോ അതേപോലെ തന്നെ ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. അഥവാ കൂടുതലൊന്നും പറ്റൂല. ഇപ്പം നമ്മൾ ഈ കാലാവസ്ഥ അറിയുമ്പോൾ കുറച്ച് തണുപ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ തണുപ്പും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റൂല. പിന്നെ എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള ക്ഷീണമോ കാര്യങ്ങളോ എനിക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് വീഡിയോസും കാര്യങ്ങളും പുറത്ത് പോയി എടുക്കാനൊക്കെ നല്ല താല്പര്യമാണ്. പക്ഷെ ഇപ്പം അതിനൊന്നും പറ്റിയ സാഹചര്യമല്ല. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് കാണിക്കാൻ പറ്റുക. പുറത്ത് പോയിട്ട് ജോലിയില്ല. പിന്നെ അതേപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല, സ്ഥലങ്ങളൊക്കെ പോയി കാണാം. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ വീട്ടിലിരുന്നിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള വീഡിയോസുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ഇടാൻ പറ്റുക. പിന്നെ അതുകൊണ്ടുള്ള മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ അതിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തി ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളമ്മമാരാണെന്നുണ്ടെങ്കിലും നമുക്ക് എത്ര വയ്യാന്ന് പറഞ്ഞാലും നമുക്ക് ആ സമയമാകുമ്പോൾ എൻ്റെയൊക്കെ കാര്യത്തിൽ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഞാൻ പിന്നെ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേ അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്നെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഓരോ
അനുഭവത്തിൽ കൂടി ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ജീവിതം എന്താണെന്നുള്ളതും ഓരോ മനുഷ്യന്മാരെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഈ വീട്ടിലുള്ള രാവിലെ മക്കൾക്കുള്ള ഭക്ഷണമോ കാര്യങ്ങളോ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോഴൊക്കെ നമുക്ക് അതിലൊക്കെ ഞാൻ നല്ല ഹാപ്പിയാണ്. പിന്നെ ഈ വീഡിയോ കാര്യങ്ങളോ എവിടെ എത്തും എന്നൊന്നും എനിക്ക് വല്ല പ്രതീക്ഷയൊന്നുമില്ല. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റണ പോലെ വീഡിയോസും കാര്യങ്ങളും ഇടുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഇതിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത് നമ്മൾ ഹാർഡ് വർക്കിനുള്ള പ്രതിഫലമാണ് വിചാരിക്കുക. അത്ര തന്നെ ഉള്ളൂ. കാരണം ഓരോരുത്തർ നമ്മളിതിന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ട് എന്ന് പറയാനല്ലാതെ നമ്മളിതുവരെ കണ്ടിട്ടുമില്ല. നമുക്ക് അത് ഒരു സത്യമാണ്, കിട്ടും എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ നമ്മളെയും കൊണ്ട് തുടർന്നത് പോകാൻ പറ്റും എന്നുള്ളത് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എന്താ പറയുക, ഓരോ സാഹചര്യം നമുക്ക് എന്താ വരിക എന്നൊന്നും പറയാൻ പറ്റൂല. ഇപ്പം ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ, അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്ന് എന്താണ് പ്രയോജനം, എന്തിനാ വെറുതെ മനുഷ്യന്മാരെ വീട്ടിലടക്കണത്, മനുഷ്യന്മാരെ അറിയിക്കണത് എന്നൊക്കെ പല ചോദ്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നിർത്താൻ ഇങ്ങോട്ട് തോന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ എത്രത്തോളമാണ് നമ്മളെന്ന് ആയുസ് എത്രത്തോളാന്നുള്ളത് അറിയൂല. പിന്നെ ഉള്ള ജീവിതം അങ്ങനെ പോകുക, ആ ജീവിതത്തോട് എങ്ങനെയാണോ പോണത് ആ രീതിയിൽ അങ്ങനെ പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ശാശ്വതമായ ജീവിതമല്ലല്ലോ ആരതും. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെയും മാറിട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളെ ജീവിതം, ആ ജീവിതത്തോട് അങ്ങനെ പൊരുത്തപ്പെട്ട് പോകുക. അല്ലാതെ കൂടുതലായിട്ട് ആഗ്രഹിച്ച സമയത്ത് നമുക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വല്ലാതെ പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒന്നിനെ പറ്റിയിട്ടും. എന്തായാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ലാതെ യൂട്യൂബ് പോകുന്നുണ്ട്. പിന്നെ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. പിന്നെ വീഡിയോസും കാര്യങ്ങളും നമ്മളത് അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ചേഞ്ചൊന്നും നമ്മൾ വീഡിയോസിലില്ലല്ലോ. അപ്പോൾ പിന്നെ ആരെ കുറ്റപ്പറട്ടോ കാര്യമില്ല. സാഹചര്യം അതാണ്. ഇതല്ലേ നമുക്ക് പറ്റണ പോലെ വീഡിയോസ് ഇടുക, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, അതേപോലെ തന്നെ കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇസു എപ്പോഴും പറയൂ കേട്ടോ, ഓന് സ്കൂൾക്ക് ലഞ്ചിന് സോയാബീന് വേണമെന്നുള്ളത്. അപ്പം ഞാനത് അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കലില്ല. അപ്പം ഞാൻ ഇന്ന് എന്തായാലും നല്ല ടൗണിൽ പോയപ്പോൾ സാധനങ്ങൾ മേടിച്ച സമയത്ത് സോയാബീനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് സോയാബീന് പൊരിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കണത്. അപ്പം ഞാനിന്ന് കഞ്ഞിന് അടുപ്പിലാട്ടോ വെക്കണത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഹെസമോളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെക്കണം എന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കഞ്ഞി അടുപ്പ് കഞ്ഞി വെക്കൽ കഴിഞ്ഞാൽ അതിൽ തന്നെ പിന്നെ ഓൾക്ക് ചൂടുവെള്ളം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് അടുപ്പിലാട്ടോ കഞ്ഞി വെക്കണത്. ഈ ഒരു സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാലേ പിന്നെ ഈ ഒരു സമയം നമുക്ക് ഇപ്പം തന്നെ ഉള്ളിൽ കിട്ടുക. പ്രത്യേകിച്ച് സ്കൂൾക്കൊക്കെ പോണ ഈ സമയം ഒരു ക്ലാസ് മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നീട് എനിക്കൊക്കെ പോകാൻ പറ്റാത്ത ഇടങ്ങറ് നല്ലോണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസൊക്കെ ഒരു ദിവസം ലീവാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇപ്പം എനിക്ക് തന്നെ പറ്റണില്ല പഠിക്കാനോ കാര്യങ്ങളോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് ആ ഒരു ദിവസത്തിൻ്റെ വില അറിയണം എന്നുണ്ടെങ്കിൽ, മിസ്സാക്കി കഴിഞ്ഞാൽ അറിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയണം. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാനൊക്കെ സ്കൂൾ പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് പിന്നെ പോയത് തൊട്ട് പഠിച്ച് ഇറങ്ങണ വരെ എനിക്ക് സ്കൂൾക്ക് ചോറാക്കി തന്നു കേട്ടോ. ഞാൻ സ്കൂളിൽ നിന്ന് അങ്ങനെ ചോറും കാര്യങ്ങളൊന്നും മേടിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. കൂടുതൽ എന്താണെന്ന് വെച്ചാൽ സ്കൂളത്തെ ചോറ് പിന്നെ ചെറുപയറിൽ 1-2 പ്രാവശ്യമൊക്കെ മേടിച്ച സമയത്ത് കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നീട് അത് 2ാം ക്ലാസ്സിൽ തോന്നുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇട്ടേ ഉള്ളൂ സ്കൂളത്തെ ഒരു അനുഭവം കേട്ടോ. അല്ലാത്തൊക്കെ എനിക്ക് ഉമ്മ എന്തെങ്കിലുമായിട്ട് എനിക്ക് സ്കൂളിലേക്കുള്ള ഭക്ഷണം ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇസൂനാണെന്നുണ്ടെങ്കിലും ആ ഒരു നമ്മൾ അത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കണത് മക്കൾക്ക് ഓല കഴിച്ചിട്ടുള്ള സന്തോഷം അത് നമുക്ക് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും ആർക്കും തോന്നൂല. ഒരു രക്ഷിതാക്കൾക്കും ഈ നേരം വെളുത്ത നമ്മൾ ഈ ജോലി ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു രാവിലത്തെ ഈ ഒരു
ഓലിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുത്താലും നമുക്കത് ഒരു സന്തോഷം തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ വലുതായി കഴിഞ്ഞാൽ ചെറുതിലെ നമ്മൾ നല്ലോണം നോക്കുവൊക്കെ ചെയ്ത് വലുതായി കഴിഞ്ഞാൽ നമ്മളെ നോക്കുമോ അതൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടാകൂല ഒരു രക്ഷിതാക്കളും മക്കളെ വളർത്തണത്. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ പ്രസവിച്ച മക്കളാണെന്നുണ്ടെങ്കിൽ അത് ഏത് രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിലും എത്ര വയ്യാതെ കിടക്കുകയാണെന്നുണ്ടെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഉള്ള സമയം നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ചെയ്യണ ജോലിയിലാണെന്നുണ്ടെങ്കിലും ഏത് പ്രവൃത്തിയിലാണെന്നുണ്ടെങ്കിലും സന്തോഷത്തോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്നും അത് ഒരു നല്ല നിമിഷം തന്നെ ആയിരിക്കും. അപ്പോൾ സോയാബീൻ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഹെസമോൾക്കാണെന്നുണ്ടെങ്കിൽ സോയാബീൻ തീരെ ഇഷ്ടമല്ല. പിന്നെ അപ്പോൾ ഇസൂനാണെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം മസാല ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഓനിക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഉണ്ടാക്കണത്. കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ, സോയാബീൻ പൊരിച്ചെടുക്കാനും ആ ഒരു മസാലയൊക്കെ ഉള്ള ഒരു സംഭവം നല്ല രസമാണ് കാണാൻ. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത്. അപ്പോൾ സോയാബീൻ ഞാൻ അങ്ങനെ ചെറിയ തീയിൽ ഞാൻ അവിടെ തന്നെ വെച്ചിക്കുക കേട്ടോ, പിന്നെ ഗ്യാസിൽ വെച്ചിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ പതുക്കെ ആവട്ടെ. പിന്നെ ഞാനപ്പോൾ കഞ്ഞിക്ക് നോക്കിയപ്പോൾ കഞ്ഞിയൊക്കെ തിളച്ച് പോകണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റേഷൻ കടയിൽ അരിയാട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. കഞ്ഞിക്കൊക്കെ കുട്ടികൾക്ക് അതാണ് നല്ല കൊടുക്കാൻ നല്ലത് എന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് കൊടുക്കാൻ. പിന്നെ മറ്റേ അരിയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം ഓരോ വറ്റായിട്ട് ഇങ്ങനെ കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടാണ് ആ അരി വെച്ചിട്ട്. പക്ഷേ നമ്മൾ ഈ എളുപ്പം വെക്കുന്ന അരിയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ മക്കൾക്ക് ഞാൻ 10 മണിയാവുമ്പോൾ കഞ്ഞി കൊടുക്കും. അപ്പോൾ അതാണ് ഞാൻ എളുപ്പം വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റേഷൻ കടയിൽ അരി വെച്ചിട്ടുള്ളത്. ഹെസമോള് നല്ല ഉറക്കത്തില്ല കേട്ടോ, ഓള് ഇതുവരെ നീച്ചിട്ടില്ല. ഞാൻ കഞ്ഞി വെച്ചു, അതേപോലെ കൂട്ടാൻ ഒക്കെ വെച്ച് ഒരുക്കും ചെയ്തിട്ടൊന്നും ഓള് നീച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് കഴിയുന്നുണ്ട്. അപ്പം എന്തായാലും എൻ്റെ ഒരുവിധം ഇന്നത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ തീർത്ത്. പിന്നെ സോയാബീനും കാര്യങ്ങളും ഇസു കുറച്ച് നല്ലോണം പൊരിച്ച് വെക്കുകൊണ്ട് പറഞ്ഞിരുന്നു. അഥവാ എന്നാൽ ഈ കരിയും ചെയ്യരുതേ, പക്ഷെ അത് ഏകദേശം ഒരു ഭാഗം ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഓൻ വന്ന് നോക്കി ടേസ്റ്റ് ചെയ്തപ്പോൾ ഓനിക്ക് ഇഷ്ടമായിക്കണം. അപ്പം അതുകൊണ്ട് എന്തായാലും അതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ സമയം ഒരു 9:20 ആയപ്പോൾ ഞങ്ങൾ റോഡ് പോയിട്ടോ. ഓൻ്റെ ഓട്ടോ 9:25 വരും. അപ്പോൾ ഞാൻ അങ്ങനെ ഇസൂനെയൊക്കെ കൊണ്ടാക്കി തിരിച്ചു വന്ന് പിന്നെ ഞാൻ എസമോളെ കുറച്ച് നേരം അവിടെ ഒരു ഭാഗത്ത് ഇരുത്തി ഞാൻ പെട്ടെന്ന് അടിച്ചൊരു തുടക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ഈ ഒരു വീഡിയോ ഞാൻ ഇതിൽ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ എനിക്ക് ഇനിയും ജോലികൾ ബാക്കിയാട്ടോ. എനിക്ക് പെട്ടെന്ന് പോയിട്ട് തിരുമ്പാനും ഉണ്ട്. അതേപോലെ ഹെസമോളെ പിന്നെ കുളിപ്പിച്ച് കൊടുത്തോളം ഉറക്കണം. പിന്നെ ഉറങ്ങുമെന്നുള്ള സംശയമാണ്, കാരണം ഉളുപ്പ് നീറ്റിട്ടുള്ളൂ. എന്തായാലും ഉറക്കി നോക്കണം. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ ഉൾപ്പെടുത്തിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, അതേപോലെ കമൻറ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തപോലെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഓക്കെ.